രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ. Hare Krishna Mataji. Pranam Mataji. Thank you Mataji. Hare Krishna Mataji. Hare Krishna. Hare Krishna. Hare Krishna. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത അല്ലെ. നമ്മള് 18ാമത്തെ അധ്യായത്തിൽ വന്ന് നിൽക്കാണ് നമ്മള്. ഹരേ കൃഷ്ണ. നമ്മള് എത്ര ശ്ലോകം വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ? 54 വരെ നമ്മൾ എടുത്തു അല്ലെ. വരെ ശ്ലോകങ്ങൾ എടുത്തു. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്തൊക്കെ നമ്മൾ കണ്ടത്? ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി വീഡിയോ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണല്ലോ. വിഷ്ണുപ്രിയ മാതാജി, വസന്ത മാതാജി, പ്രസന്ന മാതാജി, പ്രസന്ന മാതാജി 2 പേരുണ്ട്, പ്രീതി മാതാജി, രമ്യ മാതാജി. ബാക്കി ആരും കാണുന്നില്ല, ഒക്കെ ബ്ലാക്ക് ബോക്സാ. ഹരേ കൃഷ്ണ. ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി ഉണ്ട്. ഇത് വൈഫൈ കണക്ഷൻ കാരണമാണ് ഇടയ്ക്ക് കട്ടാകും. അതാണ് മാതാജി. അതെ. ശിവ മാതാജി, ജിജി മാതാജി, പറ്റുന്നവരൊക്കെ ഉണ്ടാക്കിക്കോളാം. ഹരേ കൃഷ്ണ. പറ്റുന്നവര്, നെറ്റ് പ്രോബ്ലം ഉള്ളവര് പിന്നെ നമുക്ക് ഓപ്ഷൻ ഇല്ലല്ലോ, കട്ടായി പോകും. അല്ലാത്തവര് മഴയുണ്ട് മാതാജി, അപ്പോഴ് പ്രശ്നമാവും. മഴയുണ്ടോ? ഓക്കെ. നെറ്റ് പ്രോബ്ലം ഉള്ളവർ ഓഫ് ചെയ്തോളൂ കേട്ടോ. കാണാതായപ്പോ ചോദിക്കുന്നുണ്ട് അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ഇന്നലെ? സാത്വിക ബുദ്ധിയെ കുറിച്ച്, ദൃഢനിശ്ചയം പറഞ്ഞു. പിന്നെന്താ? സുഖം പറഞ്ഞു. അതിന്റെ സ്വാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള ഇത് പറഞ്ഞു. ബ്രാഹ്മണരുടെ പ്രവൃത്തിയുടെ ഗുണവിശേഷങ്ങൾ, ക്ഷത്രിയരുടെ സ്വഭാവത്തില് 4 വർണ്ണങ്ങളിലുള്ളവരുടെ സ്വഭാവം. അത് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? എന്തുമായിട്ട്? പ്രവൃത്തിയുടെ ഗുണങ്ങളെ. അതെന്ത് ബന്ധപ്പെട്ട ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബ്രാഹ്മണരുടെ സ്വഭാവം, ക്ഷത്രിയരുടെ സ്വഭാവം, പിന്നെ വൈദ്യരുടെ, ശൂദ്രരുടെ സ്വഭാവം പറഞ്ഞല്ലേ. നമ്മള് അല്ലാതെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മള് ജനിച്ച വീട് കുലത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. പക്ഷെ അതെങ്ങനെയല്ല. ഒരു വ്യക്തി ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനനം എടുത്തെങ്കിലും 9 ഗുണങ്ങളാണ് ബ്രാഹ്മണന് പറഞ്ഞത്. ഏതൊക്കെയാണ് 9 ഗുണങ്ങള്? ഓർമ്മയുണ്ടോ? ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. ആസ്തിക്യം എന്ന് വെച്ചാൽ എന്താണ്? കർമ്മം,
ധാർമ്മികനാവാ, പിന്നെ ഭക്തി ഉണ്ടാവുക. ധാർമ്മികനും ഭക്തനായിരിക്കും. അപ്പൊ ഇതാണ് ആസ്തിക്കുന്നത്. ഇത്രയും ഗുണങ്ങളുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരെണ്ണം പോലും ഇല്ലെങ്കിൽ അവരെ നമുക്ക് ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ നമ്മള് ചിലപ്പോ ഒരു ശൂദ്രനായിട്ട് ജന്മം എടുത്താലും ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവൻ ആരാണ്? ബ്രാഹ്മണനാണ്. അപ്പൊ ബ്രാഹ്മണന്റെ ഗുണങ്ങൾ നമ്മൾ എല്ലാവരും പഠിക്കുക. കാരണം നമുക്ക് ബ്രാഹ്മണന്റെ ഗുണം എന്ന് വെച്ചാൽ ഇത് തന്നെ സാത്വികത്തിലാ വരുന്നത് അല്ലെ, സത്വഗുണത്തിലാ വരുന്നത്. ആ സത്വഗുണത്തിലേക്ക് നമ്മൾ ഉയർന്നു എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ 9 ഗുണങ്ങളും നമ്മളിൽ ഉണ്ടായിരിക്കണം. പഠിച്ചാലല്ലേ നമുക്ക് അറിയുള്ളൂ ഏതൊക്കെ നമുക്ക് വന്നു എന്ന് അറിയണമെങ്കിൽ. അല്ലെങ്കിൽ 18 അധ്യായം കഴിയുമ്പോൾ നമ്മൾ ഇത് അടച്ചു വെക്കും, നമ്മത് മറന്നു പോകും ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? ഈ 9 ഗുണങ്ങൾ നമ്മൾ പഠിക്കുക. സത്യസന്ധത, പിന്നെ ആത്മസംയമനം, പിന്നെ ശാന്തത, പിന്നെന്താണ് ജ്ഞാനം, വിജ്ഞാനം, പിന്നെ ആസ്തിക്യം, പിന്നെ വിശുദ്ധി, ക്ഷമ, തപസ് അല്ലെ? ഇത്രയും ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് നമ്മള് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. കാരണം നമ്മളെ ലക്ഷ്യം എപ്പോഴും എവിടേക്കാണ്? സാത്വികത്തിലേക്ക് എത്തണം. നമ്മൾ അവിടേക്ക് എത്തിയാലല്ലേ അതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലാതെ നമ്മളിപ്പോ ഒരു കാലം വന്ന് നിന്നിട്ട് കാര്യമില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെവിച്ച് പോകണം നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗുണങ്ങള് നമ്മൾ മനസ്സിലാക്കി വെക്കുക. കേട്ടല്ലോ? ഇത് പഠിക്കേണ്ടതാണ് ആ 9 ഗുണങ്ങൾ കേട്ടോ. പിന്നെന്താ നമ്മൾ പഠിച്ചത്? പിന്നെ ഭഗവാൻ 50 എത്രാമത്തെ ശ്ലോകത്തില് പറഞ്ഞത്? 49ലോ? ആത്മസാക്ഷാത്കാരം അമ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തില് ആത്മസാക്ഷാത്കാരം നേടുന്നത്. എത്രയിലാ പറഞ്ഞ? 53ലോ? 3-ാമത്തെ ശ്ലോകം. ആത്മസമയം 49. 50-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്ത് പറയുന്നുണ്ട്? 50-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ബ്രഹ്മപദം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് പദ്ധതിയെ കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഭഗവാൻ പറയുന്നു. 49-ാമത്തെ ശ്ലോകത്തില് ബ്രഹ്മപദം പ്രാപിക്കുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയുള്ളതാണ്? ആത്മസംയമനം നേടിയവനായിരിക്കും, അനാസക്തനായിരിക്കും, ബുദ്ധ്യാഗ പരിശീലനത്തിലൂടെ പ്രതികരണം മോചനം നേടാൻ കഴിയും. ഇതൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്ത് സാധിക്കുന്നത്? ബ്രഹ്മപദം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. ആ വ്യക്തി അങ്ങനെ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ആത്യന്തിക ഉന്നതിയായിട്ടുള്ള ബ്രഹ്മപദം പ്രാപിക്കുന്നതിനുള്ള പദ്ധതിയെ കുറിച്ച് ഇനി ഭഗവാൻ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കൊടുക്കാന്നാണ് 50-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ ആ ബ്രഹ്മപദം പ്രാപിക്കുന്നതിന് വേണ്ട കാര്യങ്ങളാണ് പിന്നത്തെ 3 ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരുന്നത് അല്ലെ. എന്തൊക്കെയാണ് പറഞ്ഞത്? ബുദ്ധിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് സ്ഥിരനിശ്ചയനായിട്ട് മനസ്സിനെ നിയന്ത്രിക്കുക, ഭോഗവിഷയങ്ങളെ ത്യജിക്കുക, രാഗോദ്വേഷങ്ങൾ തീണ്ടാതെ. രാഗോദ്വേഷങ്ങൾ വെച്ചാൽ നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല, എല്ലാതും ഒരേപോലെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഇല്ലാതെ വിജനമായ സ്ഥലത്ത് താമസിക്കുക. വിജനമായ സ്ഥലത്ത് താമസിക്കാൻ പറയുന്നതാണ് മറ്റുള്ളവരായിട്ടുള്ള ഇടപാടുകളൊന്നും ഇല്ലാതെ. പിന്നെന്താണ്? ഭക്ഷണം നന്നേ ചുരുക്കി. ഭക്ഷണം നമുക്ക് ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ശാരീരിക, മാനസിക, വാക്മയ തപസ്, ഈ 3 തപസ്സുകളും ചെയ്തുകൊണ്ട് ധ്യാനയോഗം അനുഷ്ഠിക്കുന്ന ആള് പിന്നെന്താണ്? വിരക്തനായിരിക്കും. ഭൗതികമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും വിരക്തനായിരിക്കും. മിഥ്യാഹങ്കാരം ഉണ്ടാവില്ല, ബലത്തെ കുറിച്ചുള്ള മതം ഉണ്ടാവില്ല, പിന്നെന്താണ്? മിഥ്യമായ അഭിമാനം ഉണ്ടാവില്ല, കാമം, ക്രോധം, ഭൗതികമായിട്ടുള്ള ദ്രവ്യങ്ങളിൽ ആഗ്രഹം ഉണ്ടാവില്ല. ഈ ദോഷങ്ങളൊക്കെ മാറി പിന്നെ തെറ്റായ അധീശത്വ ബോധം, എല്ലാതും എന്റേതാണെന്നുള്ളൊരു ബോധം അയാൾക്ക് ഉണ്ടാവില്ല, എല്ലാം ഭഗവാന്റെ ആണെന്ന് അറിയുന്ന ഒരു രീതിയിൽ. അങ്ങനെ ശാന്തനായി തീർന്നുള്ള ഒരു വ്യക്തിക്ക് നിശ്ചയമായിട്ടും എന്ത് സാധിക്കും? ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കുന്നു ഭഗവാൻ 51, 2, 3 ശ്ലോകത്തില് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു. പിന്നെ പറഞ്ഞു അങ്ങനെ എത്തിയിട്ടുള്ള ഒരു വ്യക്തി 54-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞ? അങ്ങനെ എത്തിയിട്ടുള്ള വ്യക്തി, അതായത് ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിക്ക് പരമാനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. പിന്നെ അയാൾക്ക് എന്തുണ്ടാവില്ല? ദുഃഖം ഉണ്ടാവില്ല, ആഗ്രഹങ്ങളുണ്ടാവില്ല, എല്ലാത്തിനെയും ഒരേപോലെ കാണാനായിട്ട് വ്യക്തി സാധിക്കും. അങ്ങനെ ഉള്ളയാള് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ശുദ്ധ ഭക്തിയോടെ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അതുവരെയാണ് നമ്മൾ എടുത്തത്? അല്ലെങ്കിൽ 57 വരെ എടുത്തോ? 56 വരെ അങ്ങനെ എടുത്തോ? ഇല്ലല്ലേ? 54 വരെ എടുത്തു. ഇനി 55 തൊട്ട് എടുക്കണം അല്ലെ? അപ്പൊ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? 55 ജസ്റ്റ് ഒന്ന് വായിച്ചായിരുന്നു മാതാ.
വായിച്ചിരുന്നു അല്ലെ? ഉം. ഓക്കെ. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അതും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 55. ഭക്ത്യാ മാമാപി ജാനാതി യാവാൻ യച്ഛാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാതോ വിശതേ തദനന്തരം. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയൂ. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ച് പൂർണ്ണ ബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. അപ്പോ എങ്ങനെയാണ് പറഞ്ഞത്? ഭക്തിയുടെ സേവനത്തിലൂടെ മാത്രമേ ഭഗവാനെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഭക്തിയുടെ സേവനം ചെയ്താണ് നമുക്ക് എന്ത് മനസ്സിലാകുന്നത്? ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം. അപ്പൊ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയണമെങ്കിൽ എന്ത് വേണം? ഭക്തി വേണം. ഭക്തി ഇല്ലാതെ ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഭക്തി ഇല്ലാത്തവർക്ക് ഒരിക്കലും ഭഗവാനെ അറിയാൻ സാധിക്കില്ല എന്ന് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരാണ്. ഭഗവാനെ അറിയണമെങ്കിൽ എന്ത് വേണം? ഭഗവാനോടുള്ള ഭക്തി വേണം. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഭക്തി ഇല്ലാത്തവർക്ക് ഭഗവാനെ അറിയാനായിട്ട് സാധിക്കില്ല. ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയണമെങ്കിൽ ഭക്തി ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ആ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണ ബോധം നേടി ആ വ്യക്തിക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഭഗവാന്റെ ലോകത്തിലേക്ക്, ആത്മീയ ലോകത്തിലേക്ക്, ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭക്തി വേണം. ഭക്തി ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. ഭഗവാന്റെ ആ ലോകത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കില്ല. നമുക്കറിയാം, ഭഗവാനോട് അസൂയ തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വന്നത്. അപ്പൊ തിരിച്ച് ഭഗവാനോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ അത്ര തന്നെ. അപ്പൊ നമുക്ക് ഭക്തി ഇല്ലാതെ ഒരിക്കലും ഭഗവാനെ പ്രാപിക്കാനോ ഭഗവാന്റെ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാനോ സാധിക്കില്ല. നമുക്ക് എന്ത് വേണം? ഭക്തി വേണം. ഭക്തി ഇല്ലാത്തവർക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാനും അറിയാനും സാധിക്കില്ല. സർവകർമാണ്യപി സതാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ഏതു തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എന്റെ ധാമം പ്രാപിക്കും. അപ്പൊ ഏതു തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നാലും ശരി, അപ്പൊ എങ്ങനത്തെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എങ്ങനെയാണ്? എന്റെ കാരുണ്യം കൊണ്ടും എന്റെ സംരക്ഷണം കൊണ്ടും അനശ്വരമായിട്ടുള്ളതും ശാശ്വതമായിട്ടുള്ള എന്റെ ധാമത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനത്തെയൊക്കെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നാലും ഭഗവാനെ മാത്രം ആശ്രയിക്കുന്ന ഒരു ശുദ്ധ ഭക്തനാണെങ്കിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ടും ഭഗവാന്റെ സംരക്ഷണം കൊണ്ടും ഭഗവാന്റെ ധാമത്തില് ഭഗവാന്റെ ധാമം പ്രാപിക്കാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ എന്താ പറഞ്ഞത്? 56-ാമത്തെ ശ്ലോകം അല്ലെ? ഏതു തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നാലും പറയും. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് ഭൗതികമായിട്ടുള്ള കൽമഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടി ശുദ്ധ ഭക്തന്മാർ ഭഗവാന്റെയോ ഭഗവാന്റെ പ്രതിനിധിയായ ഗുരുവിന്റെയോ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കും. അതിനെന്തില്ല? സമയപരിധി ഇല്ല. ഗുരു പറയുന്നത് നമ്മൾ അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ദിവസത്തിൽ 24 മണിക്കൂറും 100% നമ്മൾ എന്തിനാ ചെയ്യുന്നുണ്ടാവുക? കാരണം ആ ഒരു ലെവലിലെത്തിയ ഭക്തനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഏതൊരു സമയവും ഭഗവാന് വേണ്ട, ഭഗവാന്റെ ആഗ്രഹപ്രകാരം ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള പ്രവർത്തികളിൽ മാത്രമാണ് അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു ഭക്തന് ഭഗവാന്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാകും. അവരെന്തൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അവിടേക്ക് തന്നെ എത്തിച്ചേരും. ഭഗവാന്റെ അടുത്തേക്ക് തന്നെ എത്തിച്ചേരും. ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരും. അവിടെ അവർക്കുള്ള പ്രവേശനം സുനിശ്ചിതമാണെന്ന് പറഞ്ഞത്. എത്രയൊക്കെ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും എങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അവർക്കൊരു കാര്യം സുനിശ്ചിതമാണ്. എന്താണ്? അവർക്ക് ഭഗവാന്റെ ധാമം പ്രാപിക്കാനായിട്ട് സാധിക്കും. അവർക്ക് അവിടെ പ്രവേശനം ഉറപ്പാണ്. അതില് യാതൊരു സംശയവുമില്ല. കാരണം അവരെന്താണ്? അവര് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ
ബുദ്ധിയോഗാമുപാശ്രിത്യ മച്ചിത്ത സതതം ഭവ സകല കർമ്മങ്ങളിലും എന്നെ ആശ്രയിക്കൂ, എന്നിട്ട് എന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഭക്തിയുടെ സേവനത്തിൽ എന്നെ പറ്റിയുള്ള പൂർണ്ണമായ ബോധവും ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാ കർമ്മങ്ങളിലും എന്ത് ചെയ്യണം? എന്നെ ആശ്രയിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ 5 ഘടകങ്ങൾ വേണം. അതിലൊരു ഘടകം എന്താണ്? പരമാത്മാവാണ്, ഭഗവാനാണ്. അപ്പൊ എല്ലാ കർമ്മങ്ങളിലും എന്നെ ആശ്രയിക്കൂ. ഭഗവാനോട് പറയാണ്, എല്ലാ കർമ്മത്തിലും എന്നെ ആശ്രയിക്കുക, എന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഭക്തിയുടെ സേവനത്തിൽ എന്നെ പറ്റിയുള്ള പൂർണ്ണമായ ബോധം ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാ കർമ്മത്തിലും എന്നെ ആശ്രയിക്കണം, എന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഭക്തിയുടെ സേവനത്തില്, അങ്ങനെയാണ് നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത്? ഭക്തിയുടെ സേവനത്തിൽ എന്നെ പറ്റിയുള്ള പൂർണ്ണമായ ബോധവും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഭക്തിയുടെ സേവനം ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? കൃഷ്ണാവബോധത്തോടു കൂടി ഭഗവാന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത്. അങ്ങനത്തെ നിലയിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനോടുള്ള ബോധത്തോടെ കർമ്മം ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ ആ ഭഗവാന്റെ ധാമം നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ ആശ്രയിക്കണം, ഭഗവാന്റെ സംരക്ഷണത്തിലായിരിക്കണം എപ്പോഴും പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഉള്ള ഭക്തിയുടെ സേവനത്തിലാണ് ഈ പറഞ്ഞത്. നമ്മൾ എന്താണ്? ഭക്തിയുടെ സേവനം ചെയ്യാണ്. കാരണം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ സംരക്ഷണത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണ ബോധം നമുക്ക് ഉണ്ടായിരിക്കും. കാരണം അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി, ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ തത്വത്തിൽ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ഭക്തിയുടെ സേവനം ചെയ്യും. നമ്മൾ ഇതിനു മുന്നത്തെ 2 ശ്ലോകം മുന്നേ പറഞ്ഞു അല്ലെ, ഭഗവാനെ കുറിച്ച് ഭക്തിയുടെ സേവനം ചെയ്യാൻ ആർക്കാ സാധിക്കുന്നത്? ഭഗവാനെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന വ്യക്തിക്കാണ് ആ പരമപുരുഷനെ കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ. ഭക്തിയുടെ സേവനം ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ഭഗവാൻ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഭക്തിയുടെ സേവനം ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് പൂർണ്ണ ബോധവാനായ ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അങ്ങനെ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുക എന്നതായിരിക്കും ആരുടെ ലക്ഷ്യവും ആരുടെ ജീവിതത്തിന്റെ ഉദ്ദേശവും ആ ഒരു ഭക്തന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്തന് എന്താണ്? ഭഗവാന്റെ അടുത്തേക്ക് പോകാം, അതായത് ഭഗവാന്റെ ധാമത്തിലേക്കുള്ള പ്രവേശനം സുനിശ്ചിതമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാ കർമ്മങ്ങളിലും ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുന്ന ഒരു ഭക്തൻ, ആ ഭക്തിയുടെ സേവനത്തില് ആ ഭക്തൻ എങ്ങനെയായിരിക്കും? ഭഗവാനെ പറ്റിയുള്ള പൂർണ്ണ ബോധവും ആ ഭക്തന് ഉണ്ടായിരിക്കും. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അഥ ചേത്തോമഹങ്കാരൻ നാശോഷ്യസി വിനക്ഷ്യസി. എന്നെ കുറിച്ച് ബോധവാനായിരുന്നതിനാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധ ജീവിതത്തിലെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. അപ്പൊ എന്നെ കുറിച്ച് ബോധവാനായിരുന്നു കഴിഞ്ഞാല് നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ എന്ത് സാധിക്കും? ബദ്ധ ജീവിതത്തിലെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. അപ്പൊ എന്നെ കുറിച്ച് ബോധവാനായിരുന്നു കഴിഞ്ഞാല് നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലോ നാശമായിരിക്കും ഫലം. അപ്പൊ കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക് എന്താണ്? എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഉണ്ടാവില്ല, ഉത്കണ്ഠകൾ ഉണ്ടാവില്ല. കാരണം കൃഷ്ണാവബോധവാനായിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആർക്ക് സമർപ്പിച്ചാണ് ചെയ്യുന്നത്? ഭഗവാന് സമർപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്നിനെ കുറിച്ചും ഒരു ഉത്കണ്ഠ ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഭഗവാനെ കുറിച്ചുള്ള ബോധത്തോടെ എല്ലാ പ്രവർത്തികളും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പ്രസാദം കൊണ്ട് തന്നെ എന്ത് സാധിക്കും? ബദ്ധ ജീവിതത്തില്, നമ്മൾ ഈ ഭൗതിക ജീവിതത്തില് നമ്മൾ അനുഭവിക്കുന്ന ഏത് തരം ക്ലേശങ്ങളെയും അതിജീവിക്കാനായിട്ട് അങ്ങനെയുള്ള ഒരു ഭക്തന് സാധിക്കും. പക്ഷെ ആ ബോധത്തോടെ പ്രവർത്തിക്കാത്തൊരു വ്യക്തിയാണെങ്കിലോ, കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കാത്തൊരു വ്യക്തിക്കാണെങ്കിൽ മിഥ്യാഹങ്കാരം കൊണ്ട് പിന്നെ ഭഗവാന്റെ അഭിമതം അനുസരിച്ച് പ്രവർത്തിക്കാതെ പോവാണ് എങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് പ്രശ്നം? ആ വ്യക്തിക്ക് നാശമായിരിക്കും ഫലം. അങ്ങനെയുള്ള വ്യക്തിക്ക് നാശമായിരിക്കും ഫലം. കാരണം ഭഗവാന്റെ ഇംഗിതത്തിനനുസരിച്ചല്ലാതെ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാതെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്താണ് അതിന്റെ ഫലം കിട്ടുന്നത്? നാശം. നമ്മൾ പറഞ്ഞില്ലേ, ഏതൊരു കർമ്മം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ ആരും വേണം? ഒരു ഘടകം ഭഗവാനും വേണം. അതല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തി എന്തില്ല എന്ന് പറഞ്ഞു? പരിപൂർണതയിൽ എത്താനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രവൃത്തി അത് മുഴുവനാകില്ല. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്താ പറഞ്ഞത്? ഭഗവാന്റെ ഈ അഭിമതം അനുസരിക്കാതെ പ്രവർത്തിക്കുക മിഥ്യാഹങ്കാരം കൊണ്ട്. കാരണം എന്താണ്? ഞാനാണ് എല്ലാത്തിന്റെയും നാഥൻ എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് നാശമായിരിക്കും ഫലം.
യദഹങ്കാരമാശ്രിത്യ നായോത്സ്യ ഇതി മന്യസേ മിഥ്യൈഷ്യ വ്യവസായസ്ഥേ പ്രകൃതിം സ്വാനിയോഷ്യതി. എന്റെ നിർദ്ദേശത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ, യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നീ വഴി പിഴച്ചു പോകും. മാത്രമല്ല നിന്റെ സ്വഭാവം പ്രകൃതിയാൽ നീ യുദ്ധത്തിൽ ഏർപ്പെടുക തന്നെ വേണം. അപ്പോ നീ എന്റെ നിർദ്ദേശം അനുസരിക്കുന്നില്ല എന്ന് വിചാരിക്കും. അതായത് അർജുനനോട് എന്താ പറഞ്ഞത്? യുദ്ധം ചെയ്യാനാ പറഞ്ഞത് അല്ലെ? നീ അതനുസരിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്താ സംഭവിക്കുന്നത്? നീ വഴി പിഴച്ചു പോകും. കാരണം നീ ആര് കൂടിയാണ്? ഇവിടെ പറയാണ് നിന്റെ സ്വഭാവ പ്രകൃതി അനുസരിച്ച് നീ ആരാണ്? നീ യുദ്ധം ചെയ്യേണ്ടതാണ്. കാരണം നീ ക്ഷത്രിയനാണ്. അപ്പൊ നിന്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? ക്ഷത്രിയന്റെ സ്വഭാവത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? ക്ഷത്രിയന്റെ സ്വഭാവത്തിൽ ഓർമ്മയുണ്ടോ? ബ്രാഹ്മണന്റെ നമ്മൾ 9 ഗുണങ്ങൾ കണ്ട പോലെ ക്ഷത്രിയന്റെ നമ്മൾ കണ്ടിരുന്നു അല്ലെ? പരാക്രമം, ബലം, ദൃഢനിശ്ചയം, ക്ഷത്രിയന്റെ ധർമ്മം അനുസരിച്ച് ക്ഷത്രിയൻ എന്ത് ചെയ്തിരിക്കണം? യുദ്ധം ചെയ്തിരിക്കണം. അപ്പൊ നീ അത് ചെയ്തില്ലെങ്കിൽ എന്താണ്? പാപമാണല്ലേ? അത് പിന്നെ സാത്വികം അല്ല വരുന്നത്, എന്താ പറയുന്നത്? തമോ ഗുണത്തിലാ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നീ യുദ്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ നിനക്ക് എന്ത് സംഭവിക്കും? പാപം കിട്ടും. അപ്പൊ നീ എന്റെ നിർദ്ദേശം അനുസരിക്കുന്നില്ലെങ്കിൽ നീ വഴിപിഴച്ചു പോകും. മാത്രമല്ല നീ ആരാണ്? നീ ക്ഷത്രിയനായതുകൊണ്ട് നിന്റെ സ്വഭാവം അനുസരിച്ച് നീ എന്ത് ചെയ്യണം? യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണം. അത് ചെയ്തില്ലെങ്കിലും നിനക്ക് എന്താണ്? നിനക്ക് നാശമായിരിക്കും ഫലമെന്ന് അർജുനനോടുകൂടെ ഭഗവാൻ ഓർമ്മപ്പെടുത്തി കൊടുക്കാണ്. സ്വഭാവജേന കൗന്ദേയ നിപത്തസ്വേന കർമ്മണ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യേവ ശോഭിതത്. അല്ലയോ പാർത്ഥ, വ്യാമോഹം കൊണ്ട് നീ ഇപ്പോൾ എന്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കുന്നു. എന്നാൽ സ്വാഭാവികമായ കർമ്മത്തിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം നിനക്ക് നിർവഹിക്കേണ്ടി വരും, നിനക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നീ ഇവിടെ എന്താ അർജുനനോട് പറയുന്നത്? വ്യാമോഹം കൊണ്ട് നീ ഇപ്പൊ എന്ത് ചെയ്യാണ്? ഞാൻ പറയുന്നത് നിറവേറ്റാനായിട്ട്, ഞാൻ പറയുന്ന കാര്യം എന്റെ ആജ്ഞ നിറവേറ്റാൻ നീ മടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടുള്ള കർമ്മത്തിന്റെ പ്രേരണയ്ക്ക് വഴങ്ങിയിട്ട്, സ്വാഭാവികമായിട്ട് നീ ചെയ്യേണ്ട കർമ്മം അതിന്റെ പ്രേരണയ്ക്ക് വഴങ്ങിയിട്ട് അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം നിനക്ക് ചെയ്യേണ്ടി വരും. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അർജുനൻ ആരാണ്? ക്ഷത്രിയനാണ് അല്ലെ? അപ്പൊ ക്ഷത്രിയൻ അർജുനൻ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യാത്തത്? അനിഷ്ടം അർജുനൻ എന്താണ്? തന്റെ ബന്ധുക്കളെയൊക്കെ താൻ കൊല്ലേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് അർജുനന്റെ പ്രോബ്ലം അല്ലെ? അതുകൊണ്ടല്ലേ അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞതാണ് സ്വാഭാവികമായ കർമ്മത്തിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി. അർജുനന്റെ സ്വാഭാവികമായ കർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ആ കർമ്മത്തിന് വഴങ്ങിക്കൊണ്ട് അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം, അതായത് ഇവിടെ എന്താ അർജുനന് തോന്നുന്നത്? തന്റെ ബന്ധുമിത്രാദികളൊക്കെ യുദ്ധത്തിൽ വധിക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് അർജുനന്റെ വിഷമം. അത് നിനക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയുന്നു. ഇപ്പൊ നീ വ്യാമോഹം കൊണ്ട് എന്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കുകയാണ്. പക്ഷെ എന്നാലും നിനക്ക് എന്താണ്? സ്വാഭാവികമായി നിന്റെ കർമ്മത്തിന്റെ പ്രേരണയ്ക്ക് വഴങ്ങിയിട്ട് അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം തന്നെ നിനക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത് എന്താണെന്ന്? ഹരേ കൃഷ്ണ. ഓക്കെ. ഈശ്വര സർവഭൂതാനാം ഹൃദയേശാർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. അർജുന, പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇനി അർജുനോട് എന്താ പറയുന്നത്? ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ പരമാത്മാവായിട്ട് കുടികൊള്ളുന്നുണ്ട്. അങ്ങനെ കുടികൊണ്ടുകൊണ്ട് എന്ത് ചെയ്യാണ്? ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുന്നു. അങ്ങനെ ആ ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കും. മേൽനോട്ടക്കാരനായിട്ട് അല്ലെ, ഉപദേഷ്ടാവായിട്ട് ഭഗവാൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ കുടികൊള്ളുന്നു. എങ്ങനെയാണോ ഭൗതിക ശക്തി കൊണ്ട് നിർമ്മിച്ച ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത്, അതേപോലെ തന്നെ ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അങ്ങനെ ഭഗവാൻ നമ്മളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തി സ്ഥാനം പ്രാപ്സ്യാസി ശാശ്വതം. ഹേ ഭാരത, ആ പരമപുരുഷന് ആത്മാർപ്പണം ചെയ്യൂ. അവിടുത്തെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തി നേടും, ശാശ്വതമായ പരമപദം പ്രാപിക്കും. ആ പരമമായ പുരുഷന് എന്ത് ചെയ്യണം? ആ പരമപുരുഷന് ആത്മാർപ്പണം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അവിടുത്തെ പ്രസാദം കൊണ്ട് നിനക്ക് എന്ത് സാധിക്കും?
ആ പരമമായ ശാന്തി നേടാൻ നിനക്ക് സാധിക്കും, ശാശ്വതമായ പരമപദം പ്രാപിക്കാനും സാധിക്കും. അപ്പൊ ഭഗവാൻ പറയാനുണ്ട് അർജുനനോട്, ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ നീ എന്ത് ചെയ്യാ? ആത്മാർപ്പണം ചെയ്യാ. മനസ്സ്, ആത്മാവ്, ശരീരം, ഇത് മൂന്നും ഭഗവാന് സമർപ്പിക്കുക. അതാണ് ആത്മാർപ്പണം എന്ന് പറയുന്നത്. അത് ഭഗവാന് സമർപ്പിക്കുക. അവിടത്തെ പ്രസാദം കൊണ്ട് നിനക്ക് എന്ത് സാധിക്കും? പരമമായിട്ടുള്ള ശാന്തി നേടാനായിട്ട് നിനക്ക് സാധിക്കും, ശാശ്വതമായിട്ടുള്ള പരമപദം പ്രാപിക്കാനും നിനക്ക് സാധിക്കും. നീ എന്ത് ചെയ്യണം? ഭഗവാന് ആത്മാർപ്പണം ചെയ്യാൻ പറയാണ് ഇവിടെ. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമ്രൈശൈത്യദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇനി ഭഗവാൻ പറയാണ്. അപ്പൊ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകത്തിൽ നിന്ന് തുടങ്ങിയതായിരുന്നു അല്ലെ. നമ്മൾ അവിടെ നിന്ന് തൊട്ട് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എപ്പോഴാണോ ഗുരു ആയിട്ട് ഭഗവാനെ അർജുനൻ സ്വീകരിച്ചത് അപ്പൊ തൊട്ട് ഭഗവാൻ ആ ഒരു ഗാംഭീര്യത്തോടെ അർജുനന് ഉപദേശങ്ങൾ നൽകാൻ തുടങ്ങിയതാണ്. ഇവിടെ ഭഗവാൻ ഇനി ലാസ്റ്റ് പറയാണ്, ഇപ്രകാരം അതിരഹസ്യമായ ജ്ഞാനമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത്. ഇനി സമഗ്രമായി ആലോചിച്ചതിന് ശേഷം ഹിതമെന്ന് തോന്നുന്നതെന്തോ അത് ചെയ്യുക. ഇവിടെ ഭഗവാൻ അർജുനനോട് പറയാണ്, ഇത്രയും ഞാൻ നിനക്ക് ഏറ്റവും രഹസ്യമായ കാര്യങ്ങളാണ് ഞാനിപ്പോ നിനക്ക് പറഞ്ഞു തന്നത് മുഴുവനും. ഇനി നീ എന്ത് ചെയ്യാ? സമഗ്രമായി ആലോചിച്ചതിന് ശേഷം എന്താണോ ഹിതമെന്ന് തോന്നുന്നത് അത് നീ ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, 2ാമത്തെ അധ്യായത്തില് ഭഗവാന് സറണ്ടർ ആവുന്നുണ്ട് അർജുനൻ, ശരണാഗതി പ്രാപിക്കുന്ന ഒരു ശ്ലോകം ഉണ്ട് അല്ലെ. കാർപ്പണ്യ ദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേതഃ യശ്രേയസാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതി മാം ത്വം പ്രപന്നം. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അറിയുന്നില്ല. എനിക്ക് എന്താണ് പറഞ്ഞത്? കാർപ്പണ്യ ദോഷം കൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണ്ട ഉപദേശം തന്നാലും ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കാണ്, എനിക്ക് എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ചാലും എന്ന് അർജുനൻ പറഞ്ഞപ്പോ തൊട്ട് ഭഗവാൻ എന്തായി? ഭഗവാൻ അർജുനനെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു. അപ്പോ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ആ ഗുരുവിന്റെ ഒരു ഗാംഭീര്യത്തോടെ, അതുവരെ മിത്രമായിരുന്നു, ആ ഗുരുവിന്റെ ഒരു ഗാംഭീര്യത്തോടെ അർജുനന് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കായിരുന്നു ഭഗവാൻ, ഉപദേശങ്ങളും കൊടുക്കായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പറയാണ്, ഏറ്റവും രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ് ഞാനിപ്പോ നിനക്ക് പറഞ്ഞു തന്നത്. ഇനി നീ എന്ത് ചെയ്യണം? സമഗ്രമായി ആലോചിച്ചതിന് ശേഷം ഏതാണോ ഹിതമെന്ന് തോന്നുന്നത് നീ അത് ചെയ്യുക എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. സർവഗുഹ്യതമം ഭൂയ ശൃണു മേ പരമം വചഃ ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. എനിക്ക് എത്രയും പ്രിയപ്പെട്ട സുഹൃത്തായതിനാലാണ് പരമഗുഹ്യമായി ജ്ഞാനം, സർവോത്തമമായി ഈ ഉപദേശം നിനക്ക് ഞാൻ നൽകുന്നത്. ഇനിയും കേൾക്കൂ, നിന്റെ മേന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായത് കൊണ്ടാണ് ഇത്രയും പരമ രഹസ്യമായിട്ടുള്ള ഒരു ജ്ഞാനം ഞാൻ നിനക്ക് ഉപദേശിക്കുന്നത്. അപ്പൊ ഈ ഉപദേശം നിനക്ക് ഞാൻ നൽകുന്നത് നീ എന്റെ സുഹൃത്തായത് കൊണ്ടാണ്, ഈ പരമമായ രഹസ്യമായിട്ടുള്ള ഈ ജ്ഞാനം നിനക്ക് ഞാൻ തരുന്നത്. ഇനി കേൾക്കൂ, നിന്റെ മേന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് നൽകുന്നത്. എന്താ പറയുന്നത്? ലാസ്റ്റ് ഭഗവാൻ പറയാണ്, എന്താണ് പറയുന്നത്? മന്മനാഭവ മദ്ഭക്ത മദ്യാജീമാ നമസ്കുരു മാമൈ വൈഷ്യസ്തി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിനക്ക് നിശ്ചയമായിട്ടും എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും. ഞാൻ തീർത്തു പറയുന്നു, എന്തെന്നാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നീ. ഇപ്പൊ ഭഗവാൻ ഇവിടെ പറയണത് എന്താണ്? ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും കൂടി കൺക്ലൂഷൻ ആയിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താണ് മെയിൻ ആയിട്ട്? എപ്പോഴും എന്നെ ഓർക്കണം, എന്റെ ഭക്തനാകണം, എന്നെ ആരാധിക്കുകയും എന്നെ പ്രണമിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നിനക്ക് എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും. ഞാൻ തീർത്തു പറയുന്നു, കാരണം അങ്ങനെയുള്ള ഒരു ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. എപ്പോഴും എന്നെ ഓർത്തുകൊണ്ടിരിക്കുക, എന്റെ ഭക്തനാകുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്തു പോന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നിനക്ക് എന്നെ പ്രാപിക്കാൻ സാധിക്കും. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും നീ എന്ന് ഭഗവാനോട് അർജുനനോട് തീർത്തു പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്താണ് പറഞ്ഞത്? ഭഗവാനെ എപ്പോഴും ഓർക്കണം. ഏത് രൂപത്തിലാണ് ഭഗവാൻ ഓർക്കേണ്ടത്? ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. ഏത് രൂപത്തിൽ ഭഗവാൻ ഓർക്കണം എന്നാ പറഞ്ഞത്? ശ്രീകൃഷ്ണ രൂപത്തിൽ ഓർക്കാനാ ഭഗവാൻ പറഞ്ഞത് അല്ലെ. ഏത് അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? വിശ്വരൂപത്തില് ഭഗവാൻ പറഞ്ഞു. എന്താണ്? ഏത് രൂപത്തിലാണ് എന്നെ ഓർക്കേണ്ടത്? ശ്രീകൃഷ്ണ രൂപത്തിൽ നീ എന്നെ എപ്പോഴും ഓർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നീ എന്നെ എപ്പോഴും ഓർക്കണം, എന്റെ ഭക്തനാകണം, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നിനക്ക് എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും. കാരണം ഞാൻ തീർത്തു പറയുന്നു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നീ എന്ന്.
സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാം ശുചഃ. സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് എന്നിൽ ശരണം പ്രാപിക്കുക. ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ, ഭയപ്പെടേണ്ട. അപ്പോ ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? എല്ലാ ധർമ്മങ്ങളും വിജിച്ച് നീ എന്ത് ചെയ്യണം? എന്നെ ശരണം പ്രാപിക്കണം. ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട. നീ എല്ലാ ധർമ്മങ്ങളും ത്യജിച്ചിട്ട് നീ എന്ത് ചെയ്യാ? എന്നിലെ ശരണം പ്രാപിക്കുക. അപ്പൊ ഞാൻ നിന്നെ എന്ത് ചെയ്യും? എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കുക. അതായത് ഭഗവാനെ ശരണം പ്രാപിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ സേവനം ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തിനെ കുറിച്ച് നോക്കേണ്ടില്ല, ഒരു ധർമ്മത്തിനെ കുറിച്ച് ഒന്നിനെ കുറിച്ചും നോക്കേണ്ടില്ല. കാരണം എന്താണ്? ഭഗവാൻ എന്താണോ പറയുന്നത് അതാണ് ധർമ്മം. ഭഗവാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു നമ്മൾ അത് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അർജുനനോട് ഭഗവാൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞു, അപ്പൊ അർജുനൻ എന്ത് ചെയ്യണം? ആ യുദ്ധം ചെയ്യാം. ബാക്കി നമ്മൾ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ എന്ത് പറയുന്നു അതനുസരിക്കാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്? ഭഗവാനെ ശരണം തേടിക്കഴിഞ്ഞാല് ബാക്കി ഒരു പാപപ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ അതിൽ നിന്ന് മോചിപ്പിക്കും, ഭയപ്പെടേണ്ട എന്ന് ഭഗവാനോട് പറയണം. ഈ ഒരു ശ്ലോകത്തോടു കൂടി ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീത ഇവിടെ അവസാനിക്കുകയാണ്. നമ്മള് ഭഗവത്ഗീത 66ാമത്തെ ശ്ലോകമാണ് ഭഗവാൻ അർജുനന് ഉപദേശം കൊടുത്ത് അവസാനിപ്പിക്കുകയാണ്. സർവധർമ്മങ്ങൾ, ധർമ്മത്തുമ്മലാണ് ഭഗവത്ഗീത അവസാനിപ്പിക്കുന്നത്. ഈ ധർമ്മത്തുമ്മന്നാണ് പിന്നെ എന്ത് തുടങ്ങുന്നത്? നമ്മുടെ ഭാഗവതം തുടങ്ങുന്നത്. ധർമ്മപ്രോചിത കൈതവോത്ര പരമ എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതം തുടങ്ങുന്നത് ഈ ശ്ലോകത്തിൽ. അപ്പൊ ഭഗവത്ഗീത അവസാനിക്കുകയാണ് ഈ 66ാമത്തെ ശ്ലോകത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട എന്ന് ഭഗവാൻ ഇവിടെ പറയാണ്. പിന്നെ ഇനി എന്താ പറയണത്? ഇതം തേനാതപസ്കായ നാഭക്തായ കഥാചന നാശുശ്രൂഷവേ വാച്യം നച്ചാമാമ്യോപ്യസൂയതി. തപസ്സോ ഭക്തിയോ ഇല്ലാത്തവർക്കും ഭക്തി സേവനത്തിൽ ഏർപ്പെടാത്തവർക്കും എന്നോട് അസൂയുള്ളവർക്കും എന്ത് പാടില്ല? ഈ ജ്ഞാനം ഉപദേശിക്കാൻ പാടില്ല. ഇനി ഭഗവാൻ പറയുന്നത് എന്താണ്? തപസ് ഭക്തി ഇല്ലാത്തവർക്കോ ഭഗവാനോട് അസൂയുള്ളവർക്കോ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടാത്തവർക്കും എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയാണ്? ഈ രഹസ്യമായ ജ്ഞാനം ഉപദേശിക്കാനായിട്ട് പാടില്ല എന്ന് ഭഗവാൻ പറയാണ്. പിന്നെന്താ പറയണത് ഇവിടെ? ഇതം പരമം ഗുഹ്യം മത്ഭക്തേഷോപി ദാസ്യതി ഭക്തിമയി പരാം കൃത്വ മാമേ വൈഷ്യത്യ സംശയഃ. പരമരഹസ്യമായി ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവൻ ശുദ്ധ ഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അപ്പൊ ഈ പരമരഹസ്യമായ ഭഗവാന്റെ ഈ ജ്ഞാനം ഇത് ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവൻ എന്തുറപ്പാണ്? ഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. അങ്ങനെ ആ വ്യക്തിക്ക് ഭഗവാനിലേക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഈ രഹസ്യമായ ഭഗവാന്റെ ഈ ജ്ഞാനം ഇത് ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നവന് ശുദ്ധ ഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. ആ വ്യക്തിക്ക് എന്ത് സാധിക്കും? അവസാനം ഭഗവാനിലേക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഭക്തന്മാർക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്ത്? ഭഗവത്ഗീത. ഭക്തി ഇല്ലാത്തവർക്ക് എന്ത് കൊടുക്കരുത്? ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് പാടില്ല. നച്ചാ തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയകൃത്തമഃ ഭവിതാനാച മേ തസ്മാത് അന്യപ്രിയതരോ ഭുവി. അങ്ങനെയുള്ളൊരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ഭക്തനാണ് അല്ലെങ്കിൽ ഒരു ഭൃത്യനാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളത്. അതായത് എന്റെ ഭക്തന്മാർക്ക് ഭഗവാനെ കുറിച്ചുള്ള ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളത്. ഈ ലോകത്തില് വേറൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല എന്ന് പറയാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞത് ഇവിടെ? ഭഗവത്ഗീത ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ ഈ ഭഗവത്ഗീത പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുക എന്ന് മാത്രമല്ല, എന്താണ് പറയണത്? അത് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് പറയാം. ആദ്യേക്ഷേത്യാച യാ ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമീതി മേ മതിഹി. നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായി സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇനി ഭഗവാൻ എന്താ പറയണത്? ആരാണോ നമ്മൾ തമ്മിൽ നടത്തുന്ന ഈ സംഭാഷണം പഠിക്കുന്നത് അവര് ബുദ്ധി കൊണ്ട് ഭഗവാൻ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഭഗവാൻ പറയാണ്, ആരാണോ നമ്മൾ തമ്മിൽ പറയുന്ന ഈ സംഭാഷണം പഠിച്ചറിയാൻ ശ്രമിക്കുന്നത് അവര് ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു.
ശ്രദ്ധവാനാനസൂയശ്ച ശൃണുയാതപി യോ നരഃ സോപി മുക്തശുഭാം ലോകാൻ ന പ്രാപ്നുയാത് പുണ്യകർമ്മണാം. അസൂയ തീണ്ടാതെയും വിശ്വാസത്തോടു കൂടിയും ഇത് ശ്രദ്ധിക്കുന്നവൻ പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായി പുണ്യാത്മാക്കൾ വാഴുന്ന ശുഭകരമായ ലോകങ്ങളിലെത്തും. ആരാണോ അസൂയയില്ലാതെ വിശ്വാസത്തോടു കൂടി ഇത് ശ്രദ്ധിക്കുന്നത്, ആ വ്യക്തിക്ക് പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായിട്ട് ആ വ്യക്തിക്ക് എന്തുണ്ടാവില്ല? പാപപ്രതികരണങ്ങളൊന്നും ഏൽക്കാതെ പുണ്യാത്മാക്കൾ വാഴുന്ന ശുഭലോകങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണെങ്കിൽ ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടു കൂടി അസൂയയില്ലാത്തതു കൂടി ഈ പറഞ്ഞ ഭഗവത്ഗീത ശ്രദ്ധിക്കുന്നവന് പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായി പുണ്യാത്മാക്കൾ വാഴുന്ന ശുഭകങ്ങളായിട്ടുള്ള ആ ലോകങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. കച്ചിദേതച്യുതം പാർത്ഥ ത്വയൈകാഗ്രേണ ചേതസ കച്ചിദജ്ഞാന സമ്മോഹം പ്രാണഷ്ടസ്തേ ധനഞ്ജയ. കുന്തിപുത്രനായ ധനഞ്ജയ, നീ ഇതെല്ലാം ശ്രദ്ധയോട് കേട്ടില്ലേ? അജ്ഞാനത്താൽ നിന്നുള്ളവായ നിന്റെ വ്യാമോഹം ഇപ്പോൾ നീങ്ങിയില്ലേ? അപ്പൊ അർജുനനോട് ചോദിക്കാണ്, നിന്റെ ഇതൊക്കെ വ്യാമോഹങ്ങളൊക്കെ ഇപ്പൊ തീർന്നില്ലേ? നീ ഇത് ശ്രദ്ധയോട് കൂടി കേട്ടല്ലോ, നിന്റെ വ്യാമോഹങ്ങളെല്ലാം ഇപ്പൊ തീർന്നില്ലേ എന്ന് അർജുനനോട് ഭഗവാൻ ചോദിക്കാണ്. അർജുനൻ എന്താ പറയണത്? അർജുന ഉവാച നഷ്ടോ മോഹാസ്മൃതിർലബ്ധ ത്വത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗത സന്ദേഹ കരിഷ്യേ വചനം തവ. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കാരുണ്യം കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. ഞാൻ ഇപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. അപ്പൊ അർജുനൻ എനർജി തിരിച്ചു കിട്ടില്ലേ? അർജുനന്റെ സംസാരത്തിൽ തന്നെ നമുക്ക് പവർ തോന്നാണ്. എന്താ പറയുന്ന അർജുനൻ? അച്യുത, എന്റെ വ്യാമോഹം തീർന്നു. ഇപ്പൊ എന്റെ വ്യാമോഹമൊക്കെ മാറി. അങ്ങയുടെ കരുണ കൊണ്ട് എനിക്ക് എന്താണ്? എന്റെ ബുദ്ധി എനിക്ക് തിരിച്ചു കിട്ടി. ഞാനിപ്പോ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. അപ്പൊ എനിക്ക് എന്റെ ജ്ഞാനം, എനിക്ക് ആ മറന്നുപോയ അല്ലെങ്കിൽ എന്റെ ജ്ഞാനം എനിക്ക് തിരിച്ചു കിട്ടി. അപ്പൊ ഞാനിനി എന്താണ്? ദൃഢനാണ്, സംശയരഹിതനാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഞാൻ തയ്യാറായിരിക്കുന്നു എന്നാണ്. അപ്പൊ അർജുനൻ ഇവിടെ ഒരു ജീവാത്മാവായിട്ടാണ്. അപ്പൊ ആ ജീവാത്മാവിന് തന്റെ എന്ത് തിരിച്ചു കിട്ടിയാണ്? മറന്നുപോയ ആ ബുദ്ധി തിരിച്ചു കിട്ടാണ് ചെയ്യുന്നത്. ആ ഓർമ്മ തിരിച്ചു കിട്ടി, ആ ജ്ഞാനം കിട്ടിയത് കൊണ്ട് ഞാനിപ്പോ ദൃഢനും സംശയരഹിതനുമായി അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഞാൻ തയ്യാറായിരിക്കുന്നു. അപ്പൊ സഞ്ജയൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വേറൊരാളുണ്ടല്ലേ, സഞ്ജയൻ കണ്ടുകൊണ്ട്. അപ്പൊ എന്താണ് സഞ്ജയൻ പറയുന്നത്? ഇത്യഹം സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സമ്പാദാമി മമ ശ്രൗഷ അദ്ഭുതം രോമഹർഷണം. സഞ്ജയൻ പറഞ്ഞു, ഇപ്രകാരം മഹാത്മാക്കളായ കൃഷ്ണാർജുനന്മാർ തമ്മിൽ നടന്ന ഈ സംഭാഷണം ഞാൻ കേട്ടു. അത്ഭുതകരമായ ആ സന്ദേശം എന്നെ കോൾമയർ കൊള്ളിക്കുന്നു. അപ്പൊ സഞ്ജയൻ പറയാണ്, ഇത്തരം അർജുനനും ഭഗവാനും തമ്മിൽ നടത്തിയ, കൃഷ്ണാർജുനന്മാർ തമ്മിൽ നടന്ന സംഭാഷണം ഞാൻ കേട്ടു. അത്ഭുതകരമായ ആ സന്ദേശം എന്നെ കോൾമയർ കൊള്ളിക്കുന്നു. അപ്പൊ സഞ്ജയന് ആ സംഭാഷണം, അവര് തമ്മിലുള്ള സംഭാഷണം അവരെ എന്താണ് കോൾമയർ കൊള്ളിക്കുകയാണ്. അത്രയും എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ സന്തോഷം. അത്രയും അത്ഭുതകരമായിട്ടാണ് ആ സന്ദേശത്തെ ആര് കാണുന്നത്? സഞ്ജയൻ കാണുന്നത്. കാരണം വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് സഞ്ജയൻ ഇതൊക്കെ സാധിച്ചത്. അപ്പൊ സഞ്ജയൻ അത്രയും ആഗ്രഹത്തോടെയും അത്ഭുതത്തോടു കൂടിയാണ് ഇതൊക്കെ പറയുന്നത്. വ്യാസപ്രസാദാച്യുത വാനേ തദ്ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണ സാക്ഷാത് കഥയഥാ സ്വയം. യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ അർജുനന് പരമരഹസ്യമായ യോഗം ഉപദേശിച്ചത് വ്യാസദേവന്റെ അനുഗ്രഹത്താൽ എനിക്ക് നേരിട്ട് കേൾക്കാൻ ഇടവന്നു. അപ്പൊ ഇവിടെ വ്യാസദേവനെ, അതായത് തന്റെ ഗുരുവിനെ ഓർക്കാണ് സഞ്ജയൻ. കാരണം തനിക്കിതൊക്കെ സാധിച്ചത് എങ്ങനെയാണ്? ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഭഗവാനെ കാണാൻ എങ്ങനെയാണ് സാധിച്ചത് സഞ്ജയന്? സഞ്ജയന്റെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് കൃഷ്ണനെ കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് എന്ത് സാധിക്കില്ല? ഭഗവാനെ കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഗുരുവിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നും കൂടി നമുക്ക് മനസ്സിലാകാൻ ഇവിടെ സഞ്ജയൻ
ധൃതരാഷ്ട്രയുടെ മന്ത്രിയാണ് അല്ലെ. ആ ധൃതരാഷ്ട്ര മന്ത്രിയായിട്ടുള്ള സഞ്ജയന് ഭഗവാനെ കാണാൻ സാധിച്ചത് തന്റെ ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ആ പരമരഹസ്യമായിട്ടുള്ള യോഗം കൃഷ്ണൻ അർജുനൻ ഉപദേശിച്ചത് വ്യാസദേവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് എനിക്ക് നേരിട്ട് കേൾക്കാനിടയ വന്നത്. ആ ഗുരുവിന്റെ അനുഗ്രഹത്തോടെയാണ് നമുക്ക് സാധിച്ചത്. ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് എന്ത് സാധിക്കില്ല? ഭഗവാനെ കാണാനായിട്ടോ ഭഗവാനെ കുറിച്ച് അറിയാനായിട്ടോ സാധിക്കില്ല. രാജൻ സംസ്മൃത്യ സംവാദം ഇമം അത്ഭുതം കേശവാർജുനയോ പുണ്യം ഋഷ്യാമി ച മുഹുർമുഹു. കൃഷ്ണാർജുനന്മാരുടെ അത്ഭുതകരമായ ഈ പുണ്യ സംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ അനുനിമിഷം ആനന്ദപ്പുളകിതാകുന്നു രാജാവേ. അപ്പൊ അർജുനനും കൃഷ്ണനും തമ്മിൽ നടത്തിയ അത്ഭുതകരമായിട്ടൊരു സംവാദം, ആ പുണ്യ സംവാദമാണ്. അത് ഓർക്കും തോറും എനിക്ക് എന്താണ്? ആനന്ദപുളകിതനാകാണ് ഞാൻ. രാജാവിനോട് പറയാണ്, ധൃതരാഷ്ട്രോട് പറയാണ് അല്ലെ, ആനന്ദപുളകിതനാകാണ്. കാരണം ഇവര് തമ്മിൽ നടത്തിയ സംവാദം ഓർക്കും തോറും ഞാൻ അനുനിമിഷം ആനന്ദപുളകിതനായി കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ് ഇവിടെ. തച്ച സംസ്മൃത്യ രൂപമത്യത്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ. അല്ലയോ രാജാവേ, കൃഷ്ണന്റെ അത്ഭുതാവഹമായ രൂപം ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു, വീണ്ടും വീണ്ടും സന്തോഷമുണ്ടാക്കുന്നു. അപ്പൊ രാജാവിനോട് പറയാണ്, കൃഷ്ണന്റെ അത്ഭുതകരമായിട്ടുള്ള രൂപം അത് ഓർക്കും തോറും എനിക്ക് വിസ്മയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് വിസ്മയം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, എനിക്ക് സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണന്റെ അത്ഭുതാവഹമായിട്ടുള്ള രൂപം ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു, വീണ്ടും വീണ്ടും സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഭഗവാൻ പറയുന്നത്, ഭഗവാനെ നേരിട്ട് കാണുന്നു, ഭഗവാൻ അർജുനൻ ഉപദേശിച്ചത് മുഴുവനും കേൾക്കാൻ സാധിക്കുന്നു, ഭഗവാന്റെ വിശ്വരൂപം കാണാൻ സാധിച്ചു, ഭഗവാന്റെ നാരായണ രൂപം ദർശിച്ചു, ഭഗവാന്റെ ശ്രീകൃഷ്ണ രൂപം എല്ലാം കാണാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഓർക്കും തോറും വിസ്മയം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്ക്? സഞ്ജയന്. അപ്പൊ അത് വീണ്ടും വീണ്ടും സഞ്ജയന് സന്തോഷം ഉണ്ടാക്കാണ്. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥാധനുർധരഃ തത്ര ശീർവിജയോ ഭൂതിർ ധ്രുവാ നിതിർമതിർമമ. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥാധനുർധരഃ തത്ര ശീർവിജയോ ഭൂതിർ ധ്രുവാ നിതിർമതിർമമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇവിടെ ലാസ്റ്റ് എന്താ പറയുന്നത്? ധൃതരാഷ്ട്ര ഒരു ചോദ്യം ചോദിച്ചതിനായിട്ടാണ് ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. എന്താണ് ചോദിച്ചത്? എന്താണ് ചോദ്യം? തന്റെ മക്കളും പാണ്ഡുപുത്രന്മാരും അവിടെ എന്താ ചോദിക്കുന്നത്? എന്താണ്? ധൃതരാഷ്ട്ര ചോദിക്കാണ് അല്ലെ, ഹേ സഞ്ജയ, എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു എന്നാണ് ആര് ചോദിക്കുന്നത്? ധൃതരാഷ്ട്ര ഒരു ചോദ്യം ചോദിക്കുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമകാ പാണ്ഡവൈവ കിമകുർവത സഞ്ജയ. അതിന് ഇവിടെ ലാസ്റ്റ് എങ്ങനെയാണ് വന്ന് കൺക്ലൂഷൻ നിൽക്കുന്നത്? യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥാധനുത്തരഃ തത്ര ശീർവിജയോ ഭൂതിർ ധ്രുവാ നിതിർമതിർമമ. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, എവിടെയാണോ വില്ലാളി വീരനായ അർജുനനുള്ളത്, അവിടെയാണ് എന്തുള്ളത്? ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പോൾ പറയുന്നത് എന്താണ്? യോഗേശ്വരനായ കൃഷ്ണനും വില്ലാളി വീരനായ അർജുനനും ഉള്ളിടത്താണ് എന്തുണ്ടാവുന്നത്? ഐശ്വര്യം ഉണ്ടാകുന്നതും വിജയം ഉണ്ടാകുന്നതും അസാധാരണമായ ശക്തിയും നീതിയും എല്ലാം ഉണ്ടാകുന്നത് എന്നാണ് ആര് അഭിപ്രായം പറയുന്നത്? സഞ്ജയൻ ഇവിടെ അഭിപ്രായം പറയുന്നത്. അങ്ങനെ ഭഗവത്ഗീത ഇവിടെ അവസാനിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവൃന്ദി की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, निताय गौर प्रमानंदे. हरि हरि बोल. हरे कृष्ण तत्सत्. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളെ അധ്യായം 18 അധ്യായം ഇവിടെ തീർന്നു. ഹരേ കൃഷ്ണ. എടുത്തത് മനസ്സിലായോ എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കാരണം വായിക്കുമ്പോൾ കുറച്ച് മനസ്സിലാവുന്നുണ്ട്, ഞാൻ അധികം പറയാതെയാണ് വിട്ടത്. ലാസ്റ്റ് എത്തിയപ്പോ മനസ്സിലാവുന്നുണ്ടായിരുന്നോ? മനസ്സിലാവണ്ടേ? ഇനി ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാനില്ലേ?
ഒട്ടും നോക്കി ഉണ്ടാവില്ലല്ലോ ഇതില്, നോക്കിയോ? ഇല്ല ഇല്ല. ഇല്ല നോക്കിയില്ല മാതാജി, ഓക്കെ. നോക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് അർജുനൻ ഭഗവാനെ കേശിനിഷൂദന ഋഷികേശ എന്ന് സംബോധന ചെയ്യുന്നത്? കേശി എന്ന നാഥനായുണ്ട് എന്തിന് ഋഷികേശ. അസുരനെ വധിച്ചത് കൊണ്ട് അങ്ങനെ നാഥനായതുകൊണ്ടും അത് ഭഗവാൻ അങ്ങനെ. കാരണം എന്താണ്? നമ്മുടെ സംശയങ്ങള്, അസുരനെ പോലെയുള്ള നമ്മുടെ സംശയങ്ങളെ ഭഗവാൻ ഇല്ലാതാക്കി. അസുരൻ, അതായത് അർജുനന്റെ സംശയങ്ങളെ എന്തിനോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്? അസുരനോടാണ്. സംശയങ്ങളെ അസുരനായിട്ടാണ് ഉപമിച്ചത്. പ്രകാരമാണ് അസുരനെ ഇല്ലാതാക്കിയത്. അതേപോലെ അർജുനന്റെ സംശയങ്ങളും ആര് ഇല്ലാതാക്കുന്നതാണ്? അർജുനന്റെ പ്രതി. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഋഷികേശ അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ വധിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഭഗവാനെ ഇവിടെ അർജുനൻ ഋഷികേശ, കേശി നിഷൂദന എന്നൊക്കെ പറയുന്നത്. കർമ്മനിർവഹണത്തിനുള്ള 5 ഘടകങ്ങൾ ഏതൊക്കെയാണ്? അധിഷ്ഠാനം, കർമ്മം ചെയ്യുന്ന വ്യക്തി, കരണങ്ങൾ, പ്രവർത്തനം, പരമാത്മാവ്. ഒന്ന് വേണം, എന്ത് വേണം? കർമ്മ, ഫസ്റ്റ് ശരീരം വേണം, പിന്നെ പിന്നെന്ത് വേണം? ഇന്ദ്രിയങ്ങൾ വേണം. ഇന്ദ്രിയങ്ങൾ വേണം, വ്യക്തി, ഇന്ദ്രിയങ്ങൾ, പിന്നെ ഒരു പ്രവർത്തനം വേണം, അല്ലെ, ഉദ്യമം വേണം. പിന്നെ ആര് വേണം? പരമാത്മാവ്. അനിഷ്ടം, ഇഷ്ടം, മിശ്രം അതെന്താണ്? അനിഷ്ടം നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങൾ 3 വിധത്തിലാണ്: അനിഷ്ടം, ഇഷ്ടം, മിശ്രം. അനിഷ്ടം എന്ന് പറഞ്ഞാൽ പാപഫലം, അത് നരകത്തിലേക്ക് നമ്മൾ അനിഷ്ടം പുണ്യഫലം, അത് സ്വർഗത്തിലേക്ക് നയിക്കും. മിശ്രം എന്ന് പറഞ്ഞാൽ ഇവ രണ്ടും. അത് ഒരു ബ്രാഹ്മണന്, ക്ഷത്രിയന്, വൈശ്യന്, ശൂദ്രർക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ബ്രാഹ്മണന്റെ ഗുണങ്ങള്: ശാന്തത, സംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. അല്ലെ? തപസ് ഫസ്റ്റ് എന്താണ്? ക്ഷമ, സത്യസന്ധത, ശാന്തത, തപസ്, വിശുദ്ധി, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഏതോരെണ്ണം വിട്ടല്ലോ, അല്ലെ? ഇതാണ് 9 ഗുണങ്ങള് ആരുടെ? ബ്രാഹ്മണന്റെ. ക്ഷത്രിയന്റെ ധൈര്യം, ഔദാര്യം, നേതൃത്വം. ഇത്രയും ഗുണങ്ങൾ ആരിലും ഉണ്ടാവണം? ഒരു ക്ഷത്രിയനിൽ ഉണ്ടാവണം. വൈശ്യരാണെങ്കിലോ കൃഷി, സ്വഭാവം. പിന്നെ ശൂദ്രനാണെങ്കിൽ അധ്വാനശീലനായിരിക്കും. പിന്നെ മറ്റുള്ളവർക്ക് പരിചരണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പരിപാലിക്കാന്ന്. പരിചരണം എന്നോ പരിപാലനം എന്ന് പറഞ്ഞ? ഓക്കെ. അപ്പൊ അതാണ് എന്ത്? ശൂദ്രന്റെ ഗുണങ്ങള്. 63-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറഞ്ഞത്? അതിരഹസ്യമായ ജ്ഞാനമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത്. സമഗ്രമായി ആലോചിച്ച ശേഷം ഇവിടെ എന്താ പറഞ്ഞത്? യഥേച്ഛസി തഥാ കുരു എന്നാ പറഞ്ഞു. ഇവിടെ ഭഗവാൻ ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന വീട് എന്താണ്? യഥേച്ഛസി തഥാ കുരു. അതായത് നിനക്ക് ഞാൻ പറഞ്ഞു പ്രകാരം ഞാൻ പറഞ്ഞു, ഇനി യഥേച്ഛസി തഥാ കുരു. നിനക്ക് ഹിതമെന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യുക. അതാണ് അതിന്റെ അർത്ഥം പറയുന്നത്. ഞാൻ നിനക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, നീ എന്ത് ചെയ്യണം? നിനക്ക് ഹിതമെന്ന് തോന്നുന്നത് എന്താണോ നീ അത് ചെയ്യുക. അതാണ് യഥേച്ഛസി തഥാ കുരു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെയാണ്, നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താണ്, ഏതാണ് ശരിയെന്ന് ആലോചിച്ച് അത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ അതില് ഭഗവാൻ ഇടപെടുത്തുന്നില്ല. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യാം. പിന്നെ 65-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഭഗവാൻ എപ്പോഴും ഓർക്കണം, ഈ നമുക്ക് തരാൻ
ഹരേ കൃഷ്ണ. ആരുടെയോ രമ്യ മാതാജിയാന്ന് തോന്നുന്നു. അപ്പൊ എന്താ പറയുന്നത്? രമ്യ മാതാജി ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അപ്പൊ എന്താ പറഞ്ഞത്? ഭഗവാൻ എപ്പോഴും ഭഗവാൻ ഓർക്കണം. ഇത്രയും നമുക്ക് പറഞ്ഞതിൽ നിന്ന് ലാസ്റ്റ് ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? ഭഗവാൻ ഓർക്കണം, ഭഗവാന്റെ ഭക്തനാവണം, ഭഗവാനെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നിശ്ചയമായിട്ട് നിനക്ക് തന്നെ പ്രാപിക്കാൻ സാധിക്കും. കാരണം തീർത്തു പറയാണ്. കാരണം എന്താണ്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും നീ. അപ്പൊ എല്ലാ സമയത്തും ഭഗവാൻ ഓർക്കുക, ഭഗവാന്റെ ഭക്തനാവുക, ഭഗവാൻ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുമെന്ന് ഭഗവാൻ പറയണം. കാരണം ഭഗവാൻ ഒരിക്കലും പിന്നെ എന്തില്ല? ആ ഭക്തനെ മറക്കുന്നില്ല. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറാണ് ആ ഭക്തൻ. എങ്ങനെയുള്ളവർക്ക് ഈ രഹസ്യമായ ജ്ഞാനം ഉപദേശിക്കാൻ പാടില്ല? ഭക്തിയില്ലാത്തവർക്ക്, കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, ഭഗവാനെ നിന്ദിക്കുന്നവർക്ക്, തപസ്സിൽ താല്പര്യമില്ലാത്തവർക്കൊന്നും നമ്മൾ എന്ത് പാടില്ല? ഭഗവാനെ കുറിച്ച് പറയാനായിട്ട് പാടില്ല.